നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്തർപീഠം ശിവരാജ യോഗി സംസാരിക്കുന്നു. ഇപ്പോൾ വെർട്ടിഗോ, ഈ തലചുറ്റ്, അതിനെക്കുറിച്ചുള്ള റെമഡി എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിൽ ആസനത്തിൽ ഏത് ആസനം യൂസ്ഫുള്ളായിരിക്കും, പ്രാണായാമത്തിൽ ഏത് പ്രാണായാമം യൂസ്ഫുള്ളായിരിക്കും, വേറെ എന്തൊക്കെയാണ് ഏത് ഫുഡ് നല്ല ഇതിരിക്കും, പിന്നെ അരോമ തെറാപ്പി, ചക്ര ആക്ടിവേഷൻ യോഗ, ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ, ഇതിലുള്ള ചില പോയിൻറ്റ്സ് പറയുകയാണ്. അപ്പോൾ ആസനം എന്ന് പറയുമ്പോൾ ആക്ച്വലി ത്രികോണാസനം ഈ വെർട്ടിഗോയ്ക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. ആരിക്കുലാർ പ്രഷർ, കാതിലുള്ള പ്രഷർ ഇൻഡിഫറൻസ് വരുമ്പോഴും ഈ തലചുറ്റ് വരും. ആ ഇൻഡിഫറൻസ് കുറയാൻ, അത് ശരിയാക്കാൻ ഈ ത്രികോണാസനം ചെയ്യണം. ത്രികോണാസനം ചെയ്യുമ്പോൾ ഒരു കൈ മുകളിലിരുന്ന കൈ നമ്മൾ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം, തിരിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ നോക്കണം. അപ്പോൾ ഈ കാത് ഇങ്ങനെ ഇരിക്കുന്ന കാത് അടുത്ത് ഇങ്ങനെ വരുമ്പോൾ ആ പ്രഷർ വന്ന് ഇംബാലൻസ് അത് ശരിയാകും. അത് ശരിക്കും ഇംബാലൻസ്, കാത് ഇങ്ങനെ പുള്ളപ്പാവും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യണം. വെറുതെ സ്പീഡായിട്ട് ചെയ്യാൻ പാടില്ല. ത്രികോണാസനത്തിൽ ഒരു പൊസിഷനിൽ ഇപ്പോൾ രണ്ട് കാലും അകലെ വെച്ചിട്ട് വലത് കാലിൻ്റെ അടുത്ത് ഇടത്ത് കയ്യെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വലത് കയ്യെ നോക്കുമ്പോൾ ഈ കാത് പുള്ളപ്പാവും, രണ്ട് കാതും പുള്ളപ്പാവും. അതേമാതിരി തിരിച്ചുമ്പോൾ പുള്ളപ്പാവും. പുള്ളിങ് അത് എഫക്റ്റ് വരുന്നത് വരെ അത് ആസനത്തിൽ ഇരിക്കണം. അതാണ് ഇമ്പോർട്ടൻസ്. അത് ഒന്നായി. രണ്ടാമത്, ഈ ഭ്രാമരി പ്രാണായാമം ചെയ്യുമ്പോൾ ഈ കാതിനെ മാത്രം ഇങ്ങനെ വിരൽ വെച്ച് അടച്ചിട്ട് ഭ്രാമരി പ്രാണായാമം ചെയ്യണം. ഭ്രാമരി പ്രാണായാമം എന്ന് വെച്ചാൽ ഇൻഹേൽ എയർ, ശ്വാസത്തെ മാക്സിമം വലിച്ചിട്ട് പുറത്ത് വിടുമ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഇങ്ങനെ എന്നുള്ള ശബ്ദത്തോടെ വിടണം. കാരണം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിനിൽ വേവ്സ് ക്രിയേറ്റായി ഇംബാലൻസ് ശരിയാകും. ഈ ഭ്രാമരി പ്രാണായാമം ചെയ്യുമ്പോൾ കുറച്ച് ഒരു 50% ഇങ്ങനെ ചിന്നിലാക്ക് ജലന്ധർ ബന്ധ ചെയ്താൽ ഇന്നും റിസൾട്ട് കൂടെ വരും. ഇത് വെച്ചിട്ട് വെച്ചാൽ റിസൾട്ട് ഒന്നിൻ്റെ ഡബിളാവും. അതുപോലെ ഈ ഭ്രാമരി പ്രാണായാമത്തിൻ്റെ കൂടെ ലിപ്പ് റൗണ്ടിങ്ങും കൂടെ ചേർത്ത് ചെയ്താൽ ഫേഷ്യൽ നെർവ്സൊക്കെ ഫുള്ളപ്പാവും. അത് സാധാരണ ഇങ്ങനെ വെച്ചിട്ട് മാക്സിമം റിസൾട്ട്. സോ ഭ്രാമരി പ്രാണായാമം ഓർഡിനറിയായി ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് ഇത് ചിന്നിലാക്ക് ജലന്ധരബന്ധ കുറച്ചുകൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഇത് ലിപ്പ് റൗണ്ടിങ് കൂടെ ചെയ്താൽ മാക്സിമം റിസൾട്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ചില സെർവിക്കൽ ബോൺ പ്രോബ്ലം ഉള്ളവർക്ക് ഇത് പ്രോബ്ലം, ഈ വെർട്ടിഗോ, സെർവിക്കൽ എല്ലുകളൊക്കെ തേഞ്ഞ് പോയാൽ അവർ വന്ന് പാദഹസ്താസനം ചെയ്യുമ്പോൾ ഈ തലയിലുള്ള കഴുത്തിലുള്ള നട്ടലൊക്കെ ഇങ്ങനെ വലിയ ശബ്ദം മുതലാക്കിയാക്കും ചില ആൾക്കാർക്ക്. അതിൽ ഒരു മിനിറ്റ് 2 മിനിറ്റ് നിൽക്കണം. അത് ഈ വെർട്ടിഗോ ക്ലിയർ ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാകും. അടുത്തത് എന്താണെന്ന് വെച്ചാൽ മുദ്രകൾ. വെർട്ടിഗോ ക്ലിയർ ചെയ്യാൻ മുദ്രകൾ, ആസനം എന്ന് പറഞ്ഞ്, പ്രാണായാമം എന്ന് പറഞ്ഞ്, ആസനം 2 പറഞ്ഞ്, അതിൻ്റെ പാദഹസ്താസനം, ത്രികോണാസനം, പ്രാണായാമത്തിൽ ഭ്രാമരി പ്രാണായാമം ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻ, കോമ്പിനേഷൻ ഓഫ് ലിപ്പ് റൗണ്ടിങ് ആൻഡ് ജലന്ധരബന്ധ 50%. അത് മുദ്ര എന്ന് വെച്ചാൽ ഈ ശൂന്യമുദ്ര, ഇത് നടുവിരൽ ശൂന്യമുദ്ര. സാധാരണ ശൂന്യമുദ്ര വന്ന് അത് ശൂന്യം, എംറ്റിനെസ് എന്ന് പറയുന്നത്. എംറ്റിനെസ് അല്ല, ആക്ച്വലി സ്പേസ് എലമെൻറ്റ് ഇൻക്രീസ് ചെയ്താലും ഈ തലചുറ്റ് അത് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ കൈ കുറച്ച് പ്രസ്സിങ് ചെയ്യണം. ലേസാ വെച്ചാൽ സ്പേസ് കുറയ്ക്കണം. പ്രസ്സിങ് ചെയ്താൽ അത് വന്ന് ഈ തലചുറ്റ് ഉടനെ മാറുന്നത് അറിയാം. രണ്ടാമത്, ഈ തലചുറ്റുള്ളവർക്ക് ലിക്വിഡ് ഫുഡ് അധികം എടുക്കണം. ലിക്വിഡ് ഫുഡ്, വെള്ളം കൂടുതൽ കുടിക്കണം. അത് മാതുള നാരങ്ങയുടെ ജ്യൂസ്, അങ്ങനെ ജ്യൂസ് ഐറ്റംസ് കൂടുതൽ കൊടുക്കണം.
അപ്പോൾ വാട്ടർ എലമെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഒരു മുദ്ര ഉണ്ട്. ഉടനെ തലച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ വാട്ടർ എലമെൻറ്റ് പഞ്ചഭൂതം നമ്മുടെ ദേഹത്തിൽ മാക്സിമം ഇൻക്രീസ് ഈ മുദ്ര, ഇത് ജലമുദ്ര. ഇങ്ങനെ വെച്ചാൽ ഇൻക്രീസിങ്, ഇങ്ങനെ വെള്ളം ഇവിടെ വെച്ചാൽ ഇങ്ങനെ മാക്സിമം ഇൻക്രീസിങ്, ഇങ്ങനെ വെച്ചാൽ വാട്ടർ ലെവൽ നിങ്ങൾക്ക് ഒന്ന് പഞ്ചഭൂതത്തിൽ വാട്ടർ ലെവൽ ഇൻക്രീസ് ആകുമ്പോൾ ഇത് തലച്ചിട്ട് ഉടനെ ഈ വെർട്ടിഗോ പ്രോബ്ലം ഉടനെ റിലീഫ് കിട്ടും. ഇതുപോലെ ഞങ്ങൾക്ക് അറോമ തെറാപ്പി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ പൂജാ റൂം അതിൻ്റെ ഈ ഗർഭഗൃഹം അകത്തുള്ള ഈ ഗർഭഗൃഹത്തിന് ഒരു ടെമ്പോ നിറയെ പൂക്കളെ വച്ചിരിക്കും. തമിഴ്നാട്ടിൽ അലങ്കാരം കൂടുതലാണ്, കേരളത്തിൽ കുറച്ച് പൂക്കളൊക്കെ അലങ്കാരം കുറവ്. അത് ഈ പൂക്കൾ ഈ പുഷ്പങ്ങളെ വാങ്ങിച്ച് അവിടെ ക്ഷേത്രത്തിൽ കൂടുതലായി വയ്ക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ദർശനം ചെയ്യുമ്പോൾ ആ മണം ഇത് വന്ന് മൂക്കിൽ കയറണം. അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ മരുന്ന് ഈ ലവാൻഡർ ഇതൊക്കെ വന്ന് ലവാൻഡർ ഓയിൽ, പെപ്പർമെൻറ്റ് ഓയിൽ ആൻഡ് ലെമൺ ഗ്രാസ് ഓയിൽ, ഈ മൂന്ന് ഓയിൽ ഒറ്റയ്ക്ക് യൂസ് ചെയ്യുക. കിട്ടിയ 3 എണ്ണം വാങ്ങിച്ച് അത് ഒന്ന് കമ്പൈൻ ചെയ്ത് നിങ്ങൾ ശ്വാസത്തിൽ ഇങ്ങനെ വലിക്കുമ്പോൾ ഈ അറോമ തെറാപ്പി വഴി അത് ഒരു റിലീഫ് ഉടനെ കിട്ടും. അറോമ തെറാപ്പി ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ എൻ്ററാവും. ഈ സ്മെല്ല് അതായത് ബാഡ് സ്മെല്ലായിരുന്നാലും അതിൽ പൊല്യൂഷൻ ഇതൊക്കെ നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ കയറുകയാണ്. അതേമാതിരി ഇത് മൂക്ക് വഴിയായിട്ട് കയറുന്നത് മാത്രമല്ല, ലങ്സിൽ ഇത് അപ്ലൈ ആവുന്നത് മാത്രമല്ല, ഓൾഫാക്ടറി നെർവ്സ് അതിലൊരു തൂണ്ടുതൽ കിട്ടുന്നത് മാത്രമല്ല, ആസ്ട്രൽ ബോഡിയിൽ ഈ ഇത് കയറുമ്പോൾ അതിലൊരു റിലീഫ് കിട്ടും. ഇത് വന്ന് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മൾ ബെഡിലുള്ള തലയിണയിൽ 5-6 ഡ്രാപ്പ് ഇട്ടിട്ട് ഉറങ്ങുമ്പോൾ അതിൻ്റെ സ്മെല്ല് എങ്ങനെ കിട്ടും. അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിലും അത് യൂസ് ചെയ്യാം. ലെമൺ ഗ്രാസ് ഓയിൽ ഇപ്പോൾ വന്ന് തമിഴ്നാട്ടിലൊക്കെ അതിൻ്റെ പ്രിപ്പറേഷൻ വ്യവസായികൾ അവർ അത് കൂടുതലായിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ലെമൺ ഗ്രാസ് അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എക്സ്പോർട്ട് ആവുകയാണ്. അത് കടകളിൽ വാങ്ങാൻ കിട്ടും, അത് വന്ന് യൂസ് ചെയ്യാം. ഇത് നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ഇത് ഫുഡ് ഐറ്റംസിൽ ഇപ്പോൾ വന്ന് ബാദാം ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ, സീഡ്സൊക്കെ യൂസ് ചെയ്യുന്നവർ കൂടുതൽ, അതിൽ സെലിനിയം കൂടുതൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ബാദാം പരിപ്പ് ഊറ വയ്ക്കുന്നതിൻ്റെ കൂടെ ഈ എന്തോന്ന് വേർക്കടല അതിനെ വന്ന് കൂടെ ഊറ വെച്ച് അതിനെ കഴിക്കുന്ന ഒരു 4 സിമ്പിളായുള്ള ഡെയിലി യൂസ് ചെയ്താൽ, അതായത് വേർക്കടല തമിഴ് മലയാളത്തിൽ കപ്പലണ്ടി എന്ന് പറയും, അതിനെ യൂസ് ചെയ്താലും അതിനുള്ള റിസൾട്ട് റിലീഫ് നല്ല കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ എനർജി ചെറിയ റെമഡി എന്ന് വെച്ചാൽ അറുകമ്പുല്ല് നല്ലെണ്ണയിൽ ചൂടാക്കി അതിനെ ഈ ചെന്നൈയിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കുളിക്കുമ്പോൾ അത് തേച്ച് കുളിച്ചാലും ക്ലിയറാകും. പുല്ല് അതിൽ യൂസ് ആകും. പിന്നെ ഇത് ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ ടെക്നിക്ക്, ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ ചെയ്ത് ചക്ര ആക്ടിവേഷനിൽ എന്തെന്ന് വെച്ചാൽ മണിപൂരക ആക്ടിവേഷൻ, അതിൻ്റെ കൂടെ സമാന ആക്ടിവേഷൻ, ദശവായു ആക്ടിവേഷൻ, അതിൻ്റെ കൂടെ എന്തെന്ന് വെച്ചാൽ ഗാന്ധാരി എന്നുള്ള വായു ആക്ടിവേഷൻ, അതിൽ നിന്ന് ഇത് കൂർമൻ വായു ആക്ടിവേഷനും ഗാന്ധാരി നാഡി, പുരുഷൻ നാഡി, ഈ 2 നാഡികളെയും കൂടെ ഓപ്പൺ ചെയ്താൽ വെർട്ടിഗോ ഒരുപാട് പേർക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടുന്നുണ്ട്. ഇതാണ്. അതായത് ഈ ചക്ര ആക്ടിവേഷനിലുള്ള മണിപൂരക ആക്ടിവേഷൻ, ദെൻ സമാന ആക്ടിവേഷൻ വായുവിലുള്ളത്, കൂർമനുള്ള ഒരു വായു ആക്ടിവേഷൻ, ഗാന്ധാരി പുരുഷൻ നാഡി, ഇതിനെ ഓപ്പൺ ചെയ്താലും ഈ വെർട്ടിഗോ പ്രോബ്ലം സോൾവ് ആവുന്നു. ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.